ഹലോ നമസ്കാരം. ഞാൻ ഫാറൂഖ് പരേടത്താണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, അക്കൗണ്ട്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് അക്കൗണ്ട്സ് എങ്ങനെ പഠിക്കാം എന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എൻ്റെ ഈ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ലോകത്ത് കാണുന്ന ബിസിനസ്സുകൾ 3 തരം ബിസിനസ്സാണ് ഇന്ന് ലോകത്തുള്ളത്. 1 മാനുഫാക്ചറിങ് ബിസിനസ്, 2 ട്രേഡിംഗ് ബിസിനസ്, 3 സർവീസ് ബിസിനസ്. ഈ 3 ബിസിനസ് അല്ലാതെ, അല്ലെങ്കിൽ ഇതിൽ ട്രേഡിങ്ങും സർവീസും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അല്ലാത്ത ഒരു ബിസിനസ്സും ഇന്ന് ലോകത്ത് എവിടെയുമില്ല. ആയതുകൊണ്ട് നമുക്ക് ആ ബിസിനസ് എന്താണ് മാനുഫാക്ചറിങ് എന്നും, എന്താണ് ട്രേഡിംഗ് എന്നും, എന്താണ് സർവീസ് ബിസിനസ് എന്നും നമുക്ക് മനസ്സിലാക്കാം. മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങി അവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നു. ഇതാണ് ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സിൽ നടക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു സോപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണെങ്കിൽ സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് സോപ്പ് എന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമ്മൾ അവിടെ നിർമ്മിക്കുന്നു. ഇതാണ് മാനുഫാക്ചറിങ് ബിസിനസ്സിൽ നടക്കുന്നത്. എന്നാൽ ട്രേഡിംഗ് ബിസിനസ്സിൽ ഇതുപോലെയുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ വാങ്ങി അതേ സാധനം തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമറിന് സെയിൽ ചെയ്യുന്നു. ഇതാണ് ട്രേഡിംഗ് ബിസിനസ്. അതായത് നമ്മൾ എന്താണോ പർച്ചേസ് ചെയ്തത് അതേ സാധനം തന്നെ കസ്റ്റമറിന് നമ്മൾ സെയിൽ ചെയ്യുന്നു. ഇതാണ് ട്രേഡിംഗ് ബിസിനസ്സിൽ നടക്കുന്നത്. എന്നാൽ സർവീസ് ബിസിനസ്സിൽ ഈ രണ്ടുമല്ല. അതായത് മാനുഫാക്ചറിങ് നടക്കുന്നില്ല, അവിടെ ട്രേഡിങ്ങും നടക്കുന്നില്ല, അവിടെ സെയിൽസ് നമ്മുടെ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്നും സെയിൽസും ചെയ്യുന്നില്ല. അവിടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സർവീസാണ്. അതായത് ഉദാഹരണത്തിന് നമ്മൾ അക്ഷയ സെന്ററുകൾ, അതേപോലെ എഡ്യൂക്കേഷൻ സെന്ററുകൾ, അതേപോലെ ട്രാവൽസുകൾ. ഇവിടെയൊക്കെ എന്താണ്, എഡ്യൂക്കേഷൻ സെന്ററുകൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെ വിദ്യാഭ്യാസം അതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്ഷയ സെന്ററുകളിൽ നമ്മളിപ്പോൾ ആധാർ എടുക്കാൻ വേണ്ടി അവിടെ പോകുന്നു. അവരതിനുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി ആധാർ നമുക്ക് ശരിപ്പെടുത്തി അവിടെ നൽകുന്ന സർവീസാണ്. അതുപോലെ നമ്മുടെ ട്രാവൽസ്, അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ നമ്മൾ വിദേശത്ത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ യാത്രാ സംബന്ധമായ രേഖകൾ ശരിപ്പെടുത്തി തരുന്നു. ഇങ്ങനെ സർവീസ് ബിസിനസ്സിൽ നടക്കുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസുകളാണ്. ഇങ്ങനെ 3 തരം ബിസിനസ്സാണ് ലോകത്തുള്ളത്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ അടിത്തറ, അതിന്റെ മർമ്മം എന്ന് പറയുന്നത് 5 ഗ്രൂപ്പുകളാണ്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ എളുപ്പമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അതിൽ 1 അസറ്റാണ്, 2ാമത്തത് ലാബിലിറ്റി ആണ്, 3ാമത്തത് ഇൻകം ആണ്, 4ാമത്തത് ക്യാപിറ്റൽ ആണ്, 5ാമത്തത് എക്സ്പെൻസ് ആണ്. എന്താണ് അസറ്റ്, എന്താണ് ലാബിലിറ്റി, എന്താണ് ഇൻകം, എന്താണ് ക്യാപിറ്റൽ, എന്താണ് എക്സ്പെൻസ്, ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് അസറ്റിനെ കുറിച്ച് പഠിക്കാം. അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലെ വാല്യൂ ഉള്ള, എന്നാൽ അത് വിറ്റാൽ ക്യാഷ് ലഭിക്കുന്ന, വിൽക്കാൻ പെട്ടെന്ന് നമുക്ക് ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മളിപ്പോൾ ഇരിക്കാൻ ഒരു ചെയറുണ്ട്, ഒരു ടേബിൾ ഉണ്ട്, അതുപോലെ മെഷീനറി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി എന്ന് നമ്മൾ പറയും. അങ്ങനെ വാല്യൂ ഉള്ള, ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിൽ തന്നെ 2 ഐറ്റം അസറ്റ് ഉണ്ട്, 2 തരം അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റും ഉണ്ട്, കറന്റ് അസറ്റും ഉണ്ട്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിന് മുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ബിസിനസ് ഉള്ള ആസ്തികളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബിൽഡിങ്, മെഷീനറി, വാഹനം, അതേപോലെ ടേബിള്, ചെയർ, ഇങ്ങനെ ഒരുപാട് ഫിക്സഡ് അസറ്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾ 1, 2, 3 മാസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ബിസിനസ്സിൽ ഉള്ളത്. ആ അസറ്റുകൾ അത്
ലോങ് ടൈം നമ്മൾ ബിസിനസ് ഏതുവരെ നമ്മൾ ബിസിനസ് പോകുന്നുണ്ടോ അതുവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിക്സഡ് അസറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫിക്സഡ് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് താഴെയായി നമുക്ക് ഉപയോഗിക്കേണ്ട, ഒരു വർഷത്തിന് താഴെയായിട്ട് ബിസിനസ്സിലുള്ള ക്യാഷിന്റെ, അതായത് പണത്തിന്റെ വാല്യൂ ഉള്ള, പിന്നെ ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ക്യാഷ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. അതേപോലെ നമ്മുടെ അടുത്ത് നിന്ന് സാധനം കടത്തിന് വാങ്ങി നമുക്ക് ക്യാഷ് തരാനുള്ള, ബിസിനസ്സിൽ പറയുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് എന്നാണ്. നമ്മളെ കസ്റ്റമർ നമുക്ക് നമ്മളെ അടുത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ്, നമ്മൾ സെയിൽ ചെയ്യുന്നു, അവര് നമുക്ക് ക്യാഷ് തരാണ്ട്, ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്ന ആ കസ്റ്റമേഴ്സിനെ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. അത് നമ്മുടെ ഒരു കറണ്ട് അസറ്റാണ്. അപ്പൊ ഈ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. ഫിക്സഡ് അസറ്റിൽ തന്നെ പിന്നെ ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനും കാണാനും സാധിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ടേബിള്, മെഷീനറി, ഫർണിച്ചർ, അതേപോലെ വെഹിക്കിള്, പിന്നെ ബിൽഡിങ്, ഇതൊക്കെ എന്താണ് ടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് കാണാനും പറ്റും, തൊടാനും പറ്റും. എന്നാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ സാധിക്കില്ല, എന്നാൽ അതിന് വാല്യൂ ഉണ്ട്. അതായത് കോപ്പിറൈറ്റ്, പാറ്റന്റ്, ഗുഡ്വില്ല്, ഇതൊക്കെ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസറ്റ് എന്താണെന്നും ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ലാബിലിറ്റിയെ കുറിച്ചും ഇൻകത്തെ കുറിച്ചും ക്യാപിറ്റലിനെ കുറിച്ചും എക്സ്പെൻസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാം. ബൈ.